കുടുംബാംഗങ്ങളുടെ ആ വലിയ വേദനയോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചോദ്യം: നിനക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്ത് ചെയ്തു? What did you do with the blessings that you received? ദൈവം നിനക്ക് നൽകിയ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. മക്കൾ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. നിന്റെ ശരീരം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. നിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. നിന്റെ ജോലി, നിന്റെ സൗന്ദര്യം, നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ്, നിന്റെ കഴിവുകൾ എല്ലാം അനുഗ്രഹങ്ങളാണ്. ഇതുകൊണ്ട് നീ എന്തു ചെയ്തു? ഇതാണ് ചോദ്യം. ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയെ കുറിച്ച് ദൈവം ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ജനതയാണ്. ആർക്കും വേണ്ടാത്ത ഒരു ജനമായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട ജനമായിരുന്നു. അവഗണിക്കപ്പെട്ട ജനമായിരുന്നു. ഈ ജനത്തെ ദൈവം കരുണയോടുകൂടെ നോക്കുകയും മോചിപ്പിക്കുകയും വാഗ്ദാനദേശത്ത് കൊണ്ടുവരികയും അനുഗ്രഹിക്കുകയും സമൃദ്ധി നൽകുകയും വളർത്തുകയും വലുതാക്കുകയും, വചനം പറയുന്നത് പോലെ നല്ലൊരു മിടുക്കി പെൺകുട്ടിയാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം അവൾ, ഇസ്രായേൽ ജനത ചെയ്തത്, അവൾ അന്യ ദേവന്മാരുടെ ദേവിമാരുടെ പിറകെ പോയി വിഗ്രഹാരാധന നടത്തി. അതായത് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ പെൺകുട്ടി മറ്റ് കാമുകന്മാരെ ആകർഷിച്ചു. തനിക്ക് ദൈവം തന്ന സമ്പത്ത് തനിക്ക് തന്റെ ഭർത്താവായ ദൈവം തന്ന സമ്പത്ത് അവൾ വ്യഭിചരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് വിഗ്രഹാരാധനയ്ക്ക് പോയി. ഇതാണ് ആരോപണം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ പീഡനത്തിന് ഇരയാക്കും, ഞാൻ നിന്നെ ദണ്ഡനം നൽകി, നിനക്ക് നല്ല ശിക്ഷ നൽകി, നിനക്ക് ചുട്ടടി നൽകി, നിന്റെ തെറ്റുകൾ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി എന്നിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ബാബിലോൺ അടിമത്തത്തിന്റെ പശ്ചാത്തലമാണിത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇസ്രായേൽ ജനത അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ ദ്രോഹിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ഈശോയിലേക്ക് അടുത്തു വരികയാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ചെയ്യുന്നത്? What do you do with the blessings that you have received? നീ സ്വീകരിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കണ്ണുകളടക്കാം. അനുദിന ജീവിതത്തിൽ ദൈവത്തെ മറന്ന ഇസ്രായേൽ ജനതയെ പോലെ ഞാനും ദൈവത്തെ മറന്ന് പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് തന്നെ അവിടുത്തെ ദ്രോഹിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വാക്കുകളിലും എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രവൃത്തികളിലും ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച്